അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി അമ്പഴങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ മാങ്ങാച്ചാർ കഴിക്കുന്ന പോലത്തെ ഒരു രുചിയുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അമ്പഴങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മാങ്ങയൊക്കെ നുറുക്കുന്ന പോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടുകും ഉലുവയും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ കടുകും ഉലുവയൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ കടുകും ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ കരിഞ്ഞ് പോവാണ്ട് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാനിലോട്ട് നല്ലെണ്ണ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ചേർത്തെടുക്കാം. നമ്മൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ നല്ലെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയിരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു കൊട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇങ്ങനെ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ കളറ് മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ അമ്പഴങ്ങയാണ്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് വല്ലാണ്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അച്ചാറിന് കൂടുതൽ എരിവ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചേർത്തെടുക്കുമ്പോൾ നമുക്ക് ആ കളർ നന്നായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അമ്പഴങ്ങ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മാത്രമേ വിനാഗിരി ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അമ്പഴങ്ങ തന്നെ നല്ല പുളിയുള്ളതാണ്. അപ്പോൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 1/4 ഗ്ലാസ് ചുടുവെള്ളമാണ് കേട്ടോ. ചുടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഒരിക്കലും തണുത്ത വെള്ളം ചേർക്കരുത്. തണുത്ത വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ, തണുത്ത വെള്ളം സാധാ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ പെട്ടെന്ന് തന്നെ കേട് വന്ന് പോട്ടോ. അതുകൊണ്ടാണ് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ചുടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് എനിക്ക് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ സമയം അടച്ച് വെച്ച് കുക്ക് ചെയ്യരുത്. അങ്ങനെ കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ അമ്പഴങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കുഴഞ്ഞു പോകട്ടോ. നമുക്ക് കടിക്കുന്ന ആ രൂപത്തിലാണ് അമ്പഴങ്ങ കിട്ടേണ്ടത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും ഉലുവയുടെ പൊടി ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റവ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാണ്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര. ഈ ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അച്ചാറിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.